ഹുണ്ടായി എന്ന കൊറിയൻ കമ്പനിയുടെ ആദ്യ വാഹനം ഇന്ത്യയിൽ ഇറങ്ങുന്നത് സാൻഡ്ര എന്ന മോഡലാണ്. അതിനുശേഷം അവർ ഗഡ്സ് ഇറക്കി. ഗഡ്സ് ഇന്ത്യയിൽ വൻ വിജയം ഒന്നും ആവാത്ത അതുകൊണ്ടാണ് പിന്നെ 2008 ഫ്രാൻസിൽ നടന്ന ഓട്ടോ ഷോയിൽ അവർ i20 എന്ന മോഡൽ ഇന്ത്യയിൽ പരിചയപ്പെടുത്തുന്നത്. അതേ ഇയർ തന്നെ i20 ഇന്ത്യയിലും വന്നിട്ടുണ്ട്. അതുപോലെ അതുവരെ പല സവിശേഷതകളും ഈ i20 അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ബാക്കിൽ ഡിസ്ക്, ഫ്രണ്ടിൽ ഡിസ്ക്. അക്കറിൻ്റെ ആസ്റ്റ മോഡലിൽ ഈ ബ്ലാക്ക് കളർ വരുന്നത് തന്നെ വളരെ റെയർ ആയിട്ടാണ്. ഇത് KL55U6660 ഫാൻസി നമ്പർ വരുന്ന ഒരു വണ്ടിയാണ് വരുന്നത്. 2016 ഫുൾ ഓപ്ഷനിലാണ് ഇതിൽ പ്രൊജക്ടർ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ ഈ വണ്ടീൻ്റെ മറ്റെടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രില്ലൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്രില്ലൊക്കെ ഇവർ എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്തതാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ നോർമലിന് വരുന്നത്, ഷോറൂമിന് വരുന്നത്. ഈ വണ്ടി കുറച്ച് പുതിയ വണ്ടിയൊന്നുമില്ല, കുറച്ച് ഓടിയ വണ്ടി ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളൊക്കെ ഇതിനുണ്ട്. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതേപോലെ ഹെഡ്ലൈറ്റ് വരുന്നുണ്ടോ, ഹെഡ്ലൈറ്റ് കമ്പനി വരുന്ന സാധനം തന്നെയാണ് വരുന്നത്. പിന്നെ അതേപോലെ താഴത്തേക്ക് വരുമ്പോൾ ചെറിയ തട്ടൽമുട്ടുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫോഗ് ലാമ്പ് വരുന്നുണ്ട് റൈറ്റ് സൈഡിൽ. അതേപോലെ തന്നെ കേട്ടോ രണ്ട് സൈഡിലും സെയിം ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. മേലെ ഹെഡ്ലൈറ്റ്. പിന്നെ ഇതിൽ ഈ സൈഡിൽ ഹുണ്ടായിൻ്റെ ലോഗോ വരുന്നുണ്ട്. അതുപോലെ ബമ്പർ ഇതാ ഇവിടെ തൊട്ടിട്ട് ഏകദേശം ഇവിടുന്ന് മൊത്തം കണ്ട് മാറ്റിയതാണ്. അതുകൊണ്ട് അത് ന്യൂ ഷേപ്പിലേക്ക് അവർ മാറ്റി. ന്യൂ ഷേപ്പല്ല, ഒരു സംതിങ് വെറൈറ്റി ആക്കിയിട്ട് കസ്റ്റം ചെയ്തതാണ്. i20 നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ വലിയ രൂപം എന്ന് പറഞ്ഞൊന്നും പരിചയപ്പെടുത്താൻ വളരെ ക്യൂട്ടായി വരുന്നൊരു മോഡൽ തന്നെയാണ്. ഇതിൻ്റെ മിററിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിലും ഇന്ത്യൻ ഫ്രണ്ട്ലി മിറർ തന്നെയാണ് വരുന്നത്. അതായത് ചെറിയ ബൈക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകുന്ന ടൈപ്പ് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ടയർ വശങ്ങളിലേക്ക് വരുമ്പോൾ എന്താ പറയുക, ഒരു 16 ഇഞ്ച് അലോയിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഡിസ്ക് യെല്ലോ കളറാണ് അടിച്ചിട്ടുള്ളത്. എന്താ പറയുക, ഇതിൻ്റെ ബോഡി ലൈനിങ് വരുമ്പോഴൊന്നും അധികമായ ഒരു വലിയ ബോഡി ഷേപ്പുകളും ബോഡി ലൈനിങ് ഒന്നും വരുന്നില്ല. ഈ ഹെഡ്ലൈറ്റിൻ്റെ ഇവിടുന്ന് ഒരു ലൈനിങ് കൊണ്ട് ബാക്ക് അറ്റം വരുന്നുണ്ട് കേട്ടോ. പാസഞ്ചർ സൈഡിൽ കീ ഹോളോ കാര്യങ്ങളൊന്നുമില്ല, ഒറ്റ സൈഡിൽ വരുന്നുള്ളൂ. ഇതൊക്കെ നോർമലാണ് വരുന്നത്. സെയിം തന്നെ വരുന്നത്, കീ ഹോളും കാര്യങ്ങളൊന്നുമില്ല. കയറാനും ഇറങ്ങാനൊക്കെ സിമ്പിളായിട്ട് പറ്റുന്ന ടൈപ്പ് തന്നെയാണ് വരുന്നത്. തന്നെ ഈ വാഹനത്തിന് ബാക്കിൽ ട്രം ബ്രേക്കുകളും ഫ്രണ്ടിൽ വരുന്നത് ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. പഴയ തലമുറയിൽ വരുന്ന i20ക്ക് 4 വീലിലും ഡിസ്ക് ബ്രേക്കുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം നേരെ തിരിച്ചാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് വേറെയും ബാക്ക് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ മറ്റേ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. പക്ഷേ ചെറിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ കീ ഹോൾ, ഡ്രൈവർ സൈഡിലാണ് ഈ കീ ഹോൾ വരുന്നത്. i20ൻ്റെ ബാക്ക് ഭാഗത്തേക്ക് വന്നാലും ഏകദേശം ഫുൾ ഓപ്ഷൻസ് വണ്ടിക്ക് മാത്രമേ ഈ ഒരു വൈപ്പർ ബാക്കിൽ വരുന്നുള്ളൂ. അതുപോലെ i20ൻ്റെ ഒരു ലോഗോ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ്, പിന്നെ ഫോഗ് ലാമ്പ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ സൈലൻസർ ഒരു കസ്റ്റം ചെയ്താണ് കമ്പനിയിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. കൂടാതെ വരുന്നത് പാർക്കിംഗ് സെൻസേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വരുന്നതൊക്കെ പാർക്കിംഗ് സെൻസേഴ്സാണ് വരുന്നത്. പിന്നെ ബാക്കിൽ ഇവിടെ ക്യാമറ വരുന്നുണ്ട്. നമുക്ക് വരുന്നത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഓപ്പൺ ആണ്. ഡിക്കിൽ സ്പേസ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ താഴെ വരുന്നത് നമുക്ക് എന്താ പറയുക, നമ്മൾ സ്റ്റെപ്പിനി കാര്യങ്ങളെല്ലാം വെക്കാം. പിന്നെ അവിടെ ഒരു കുഞ്ഞിൻ്റെ സ്പീക്കർ എടുക്കുന്നുണ്ട്. പിന്നെ വണ്ടി എന്താ പറയുക, വണ്ടീൻ്റെ ഒരു ഷീറ്റ് കവർ വരുന്നുണ്ട്. അത്യാവശ്യം സ്പേസ് ഉള്ളതാണ്. പിന്നെ നമുക്ക് ഇത് താത്തുമ്പോൾ എന്താ പറയുക, ഈ മേൽഭാഗത്തും നമുക്കൊരു ചെറിയ സ്പേസ് കിട്ടുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്റ്മാൻ ടൈപ്പ് സ്പോയിലർ ഇതിൽ അത് എക്സ്ട്രാ ചെയ്തിട്ടുള്ള കേട്ടോ. അതിൻ്റെ താഴത്ത് വരുന്ന ലൈറ്റ് കാര്യങ്ങൾ അത് ഫുൾ ഓപ്ഷൻസിൽ ഓൾറെഡി വരുന്ന ഇത് തന്നെയാണ് വരുന്നത്. ഹോണ്ടയുടെ കീ ഹോൾഡർ വരുന്നത്. പിന്നെ ലോക്ക്, അൺലോക്ക്, ഡിക്കിൻ്റെ ഇത് തുറക്കാനുള്ളത് കേട്ടോ, ഹോൾഡർ തുറക്കുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് തന്നെ അതാ ഡോർമ വരുന്നത് ഗ്ലാസിൻ്റെ ഇതാണ് വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ മിററിൻ്റെ വരുന്നുണ്ട്. പിന്നെ 4 ഗ്ലാസിൻ്റെത് ലോക്ക് സിസ്റ്റം. പിന്നെ എന്താ പറയുക, ഉള്ളിലേക്ക് വരുമ്പോൾ ഉണ്ട് അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, വണ്ടീൻ്റെ ഉള്ളിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, ഒരു സ്പെഷ്യൽ സൗണ്ട് തന്നെയാണ് വരുന്നത്. മറ്റ് വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തന്നെ വളരെ കേൾക്കാൻ രസമുള്ള ഒരു സൗണ്ടാണ് വരുന്നത്. RPM മെഷീന്, ഡീസലിൻ്റെ ടൈപ്പ്, സ്പീഡോമീറ്റർ, എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. മറ്റുള്ള എല്ലാ വണ്ടിക്കും വരുന്ന പോലെ. അതുപോലെ നമുക്കിവിടെ കോളിംഗ് ബട്ടൺ, കോൾ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം. വോളിയം ഡൗൺ അപ്പ് ചെയ്യാനുള്ളതുണ്ട്. പിന്നെ അതുപോലെ സ്ക്രീനിലേക്ക് വരുമ്പോൾ ആൻഡ്രോയിഡിൻ്റെ ഒരു സിസ്റ്റം തന്നെ നമുക്ക് ഇതിൽ
ക്രമീകരിച്ചിട്ടുണ്ട്. നാവിഗേഷൻ, ബ്ലൂടൂത്ത് ആപ്ലിക്കേഷൻ, എന്താ പറയുക, അങ്ങനെ എല്ലാ ഐറ്റംസുകളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് വരുന്നത്. അതുപോലെ ഇവിടെ 4 ഇൻഡിക്കേറ്റർ, പിന്നെ ഗിയർ സിസ്റ്റം ഇങ്ങനെയാണ് വരുന്നത്. എടുത്തു പറയേണ്ട വേറൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഹ്യുണ്ടായിയുടെ ഈ കാറ്റഗറിയിൽ ഇന്ന് കിടക്കുന്ന ഈ കാറ്റഗറിയിൽ ഏറ്റവും നല്ല ഇന്റീരിയർ ഡിസൈൻ വരുന്നത് ഹ്യുണ്ടായിയുടെ i20 ആണെന്ന് പറയാം. സ്റ്റാറിംഗ് വീല് നമുക്ക് എന്താ പറയാ, നമ്മളെ ഇതിനനുസരിച്ചിട്ട് ഡൗൺ ചെയ്യാൻ അപ്പ് ചെയ്യാനൊക്കെ പറ്റും. കണ്ടോ, ഇതുപോലെ സീറ്റിൽ ആൾക്കാർ ഇരിക്കുന്നതിന് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അത് കസ്റ്റം ചെയ്യാൻ തന്നെ പറ്റും. കസ്റ്റമർ എങ്ങനത്തെ രീതിയിലാണ് ഡ്രൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിലേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ AC വരുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമട്രോണിക് AC ആണ് കേട്ടോ വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ വരുന്നത്, പിന്നെ ഓട്ടോ വരുന്നത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ലെഫ്റ്റിലും, ഫാൻ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് റൈറ്റ് സൈഡിലുമാണ് കേട്ടോ വരുന്നത്. ഇതിന്റെ സ്റ്റോറേജ് സ്പേസുകൾ ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്, അതുപോലെ സ്റ്റോറേജ് സ്പേസ്, ഗിയർ, പിന്നെ സൺറൈസിന്റെ ഡ്രൈവർ ഇത് വരുന്നുണ്ട്. അതേപോലെ ഇവിടെ ലൈറ്റുകൾ വരുന്നുണ്ട്, അതുപോലെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു ചെറിയ ഗ്ലാസ്, അത് എല്ലാ നോർമൽ വണ്ടിയിലും വരുന്നതാണ്. അതുപോലെ ഇതിൻ്റെ സേഫ്റ്റിയിലേക്ക് വരുമ്പോൾ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്രൈവർ സൈഡിൽ വരുന്ന എയർ ബാഗും അതുപോലെ പാസഞ്ചർ സൈഡിൽ വരുന്ന എയർ ബാഗുമാണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഈ വണ്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കാണിച്ചു തന്നാണ്. ഇനി നമ്മളിതാ, എനിക്കിതിൽ ഫേവറേറ്റ് ആയി തോന്നിയത് ഈ ഫുൾ ബ്ലാക്കിൽ ഇവർ ചെയ്ത ഡിസൈൻ ആട്ടോ. കമ്പനി കൊടുത്തതിനെക്കാട്ടും കുറച്ച് സംതിങ് ചെറുതായിട്ട് മോഡിഫിക്കേഷൻ ചെയ്തെന്ന് പറയാം, വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. നമ്മൾ അറിയുന്നൊരു വണ്ടി തന്നെയാണിത്. ഇതിൻ്റെ ഫുൾ സൈഡ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ബ്ലാക്കിൽ ഫുൾ ബ്ലാക്ക് ചെയ്തിട്ടുള്ളത്. ഹെഡ്ലൈറ്റ് മാത്രം എന്താ പറയുക, ഹെഡ്ലൈറ്റും നമ്പർ പ്ലേറ്റും ആ ഒരു ഇത് മാത്രം അവർ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ അവർ ചെയ്ത ഡിസൈൻ ബ്ലാക്കാണ് വരുന്നത്. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലത്തെ മറ്റ് പുതിയ വീഡിയോകളായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.